അപ്പം അഖിൽമാരാർ 3-4 വീടുകൾ കൊടുക്കാമെന്ന് 3 വീടുകൾ ഞങ്ങളുടെ വയനാട് ചെയ്ത് കൊടുക്കാം. വയനാടല്ല ആദ്യം അദ്ദേഹം പറഞ്ഞ് കൊട്ടാരക്കരയിലെങ്ങാനും ചെയ്ത് കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ പുറത്ത് സ്ഥലം കൊടുക്കും. അദ്ദേഹം അതുപോലെ വേറെ ആൾക്കാരാണ് ഫിലിമിൻ്റെ കമ്പി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കും, അവിടെ 3 വീടുകൾ കൊടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പ്രായോഗികമായിട്ട് പലരും പറഞ്ഞ് അത് നടപ്പുള്ള കാര്യമില്ല. ഇപ്പം നമ്മുടെ സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള താല്പര്യമുണ്ട്. അവിടെ ഗവൺമെൻറ് കണ്ടെടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമുണ്ട്. അത് അദ്ദേഹം പിന്നെ തിരുത്തിയെന്ന് തോന്നുന്നു. പിന്നെ വെച്ച് കൊടുക്കാനാണോ കൊടുക്കണ്ടായോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വിവാദമായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കില്ല കാശെന്നുള്ള രീതിയിലാണ്, പക്ഷെ അത് ഞാനായിട്ട് വെച്ച് കൊടുക്കും എന്നൊക്കെ. അപ്പം എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് പല അനിഷ്ടങ്ങളും കാണും. നമുക്ക് ഈ ദുരിതാശ്വാസ നിധി ചിലവാക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് പല ആക്ഷേപങ്ങളും കാണും. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കേണ്ട സമയമല്ല ഇത്. എനിക്ക് തോന്നുന്നു ജെന്യുവിനായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധനം ദുരിതാശ്വാസ നിധി തന്നെയാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്നവർ കൊടുക്കട്ടെ, നമ്മളെന്ത് എതിർക്കണം അല്ലേ? നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. ഈ കൊടുക്കുന്നവരെയും കൂടി ഇല്ലാതാക്കുന്ന ചില പ്രവണത ചിലരിൽ നിന്ന് കാണുന്നു. അത് മോശപ്പെട്ട പ്രവണതയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമുക്ക് അല്പമെങ്കിലും വിശ്വസിക്കാൻ പറ്റിയൊരു രീതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അതിനൊക്കെ കൃത്യമായ ഓഡിറ്റൊക്കെയുള്ള അതിനെപ്പറ്റി ആക്ഷേപങ്ങൾ നിരവധി ഉണ്ടാകാം, നേരത്തെ ഉണ്ടാകാം. അത് നമ്മൾ സൂക്ഷ്മം നിരീക്ഷിക്കുകയും അങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനെ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. അതെന്തിന് പൊതുജനങ്ങളുടെ മധ്യത്തിൽ പറയുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു പലപ്പോഴും വിവാദങ്ങളുണ്ടാക്കി ജനശ്രദ്ധ പിടിക്കുകയും മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ നേടാൻ വേണ്ടി അദ്ദേഹം കളിക്കുന്ന കളിയായിട്ട് എനിക്ക് തോന്നുന്നു. പല വിവാദങ്ങളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടിമുളച്ച പോലെ വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ പറ്റുക. ഇപ്പം ബിഗ് ബോസിൽ തന്നെ അദ്ദേഹം പോയത് എനിക്കറിയാം, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞാണ് അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ആ വിവാദത്തിലൂടെ തന്നെയാണ് ബിഗ് ബോസ്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ലുലു മോളിൽ പോയി മുണ്ട് പൊക്കി കാണിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ബിഗ് ബോസിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറി. ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ പോയതാണ്. അങ്ങനെയാണ് ശ്രദ്ധ ആകർഷിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. നമ്മൾ അത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഉള്ള ദുരന്തം നടക്കുന്ന കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയത്ത് ഇങ്ങനെയൊരു വിവാദത്തിൻ്റെ കാര്യമില്ല. അതിലൂടെയും തൻ്റെ എന്താ പറയുന്നത്, താനുണ്ട്, താൻ ഇതിനും പാവക്കാണെന്ന് പറയുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയക്കാരായാലും പൊതുവെ ഇപ്പം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്, പിണറായി വിജയനാണ് ഇവിടെ പഠിക്കുന്നത്, വി.ഡി. സതീശനുണ്ട്, അതുപോലെ ബി.ജെ.പി. സുരേന്ദ്രനുണ്ട്. ഇവരൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കും. പക്ഷേ ഈ ദുരിതാശ്വാസ നിധിയിലേക്കാണ്, എനിക്കൊന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പ്രതിപക്ഷ എം.എൽ.എമാരും കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണൊരു കീഴ്വഴക്കം. അപ്പം അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ള ധ്വനി ധരിക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്താവനകൾ അരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൊടുക്കണ്ട, കൊടുക്കുന്നവരെ എന്തിന് വിലക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാൻ. അതിനെതിരെ അഖിൽമാരാർക്കെതിരെ കേസ് എടുത്തതായിട്ടും വാർത്ത വന്നു. ഏതായാലും വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏതായാലും അഖിൽമാരാർ റീച്ച് ഉണ്ടാക്കിയെന്നാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത്. ഈ ദുരന്തത്തിലും റീച്ച് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് ഇപ്പം അഖിൽമാരാർ പിന്തുടർന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് വീടുണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഉണ്ടാക്കി കൊടുക്കട്ടെ, നല്ല കാര്യം. ഞാൻ പറഞ്ഞില്ലയോ, ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്നത്. ഇപ്പം 10 രൂപയാണെങ്കിൽ 10 രൂപ സഹായം ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം. ഒരു കവർ ബിസ്ക്കറ്റാണ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. വീടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കുക. അത് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും പറയാതെ ചെയ്യുന്നവരാണ് കൂടുതലും തോന്നുന്നത്. പറഞ്ഞു ചെയ്യുന്നവർ, ഈ പറഞ്ഞു ചെയ്യുന്നവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളൊരു സഹായം ഇപ്പം 100 രൂപയാണെങ്കിൽ നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് 1000 രൂപ കൊടുക്കണമെന്നൊരു തോന്നലുണ്ടായ ഏറ്റവും നല്ല കാര്യമല്ലേ. അതാണ് ഈ ദുരന്തത്തിൽ മിക്കവാറും എല്ലാം
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ പല ഫീൽഫായ ഫണ്ടിലേക്ക് ആരും പേരും നാളും പറയരുതെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഈ 3 വീട് വെച്ച് കൊടുക്കും എന്ന് അഖിൽമാരാർ പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു അഖിൽമാരാറിൻ്റെ 3 വീടിനേക്കാൾ കൂടുതൽ ഭയങ്കര വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് പലപ്പോഴും അതിൻ്റെ കാര്യമില്ല. അഖിൽമാരാർ എന്താണ് ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല. പക്ഷേ അഖിൽമാരാർ ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിലെ തോന്നലാണ്, അഖിൽമാരാർ ഈ 3 വീട് കൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു വിവാദം തന്നെയാണ്. അല്ലെങ്കിൽ അതിനകത്ത് വന്ന വിവാദ പ്രസ്താവനയുടെ കാര്യമില്ല. അതിലൂടെ ഇത്തിരി പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നടപ്പിലായി എന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഉള്ള പല വിവാദങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വിവാദങ്ങളുണ്ടാക്കുക. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ആ കേസ് അതിൻ്റെ വഴിക്ക് പോട്ടല്ലേ, നമ്മളെന്ത് പറയാൻ പറ്റില്ലേ. അപ്പോൾ ഇതിനെ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ ദുരിതാശ്വാസ നിധിയാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുകളാക്കാനും പല പ്രശ്നങ്ങൾ, ആക്ഷേപങ്ങളുണ്ട്. ഇത് ഏത് സിസ്റ്റത്തിലും നമുക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. ആക്ഷേപങ്ങൾ എല്ലാം നേരായ മാർഗത്തിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. പക്ഷേ നമുക്ക് ജെന്യൂനായിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയ ഒരു സാധനം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധി എന്നല്ല നമുക്ക് ഉദ്ദേശിക്കുന്നത്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അപ്പം നാളെ രാഷ്ട്രീയം മാറി കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നമ്മൾ സംഭാവന കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 100 രൂപ കൊണ്ട്, 100 രൂപ ഉള്ളവനാണെങ്കിൽ 100 രൂപ കൊണ്ട് നമുക്ക് വയനാട് കൊണ്ടുപോയി ചിലവാക്കാൻ പറ്റുമോ? അത് ചിലവാക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ്. അല്ലാതെ പ്രൈവറ്റായിട്ട് ആർക്കെങ്കിലും ഇന്നടുത്ത് കൊടുക്കാം. ഇപ്പം പ്രൈവറ്റായിട്ടൊക്കെ പല ജെന്യൂൻ ഫോഴ്സ് അല്ലാത്ത പല രീതിയിൽ വരുന്നുണ്ടെന്ന് പറയും. പലരും യൂട്യൂബിനകത്തൂടെയും അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറയും. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ നല്ല രീതി. അതുപോലെ തന്നെ ഈ തകർന്നു കിടക്കുന്ന വീടിനകത്ത് വീട്ടിനകത്ത് കയറി അതിനകത്ത് മൂട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാരും ഉള്ള നാടാണ്. അങ്ങനെയും വാർത്തകൾ വരുന്നു. പലരും ഇതിൻ്റെ പേരിൽ, വയനാടിൻ്റെ പേരിൽ പല അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കാശ് വലിക്കുന്നതായിട്ടും കാണുന്നു. അങ്ങനെയൊക്കെയുള്ള നാടാണ്. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. ഇനിയും വേറെ ഏതെങ്കിലും മാർഗം കണ്ടെത്തണം. അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ കൊടുക്കണ്ട. അതിന് ഈ കൊടുക്കാൻ താല്പര്യമുള്ളവരെയും കൂടെ ഈ എന്താ പറയുന്നത് മനസ്സിടിപ്പിക്കുന്ന ചില നിലപാടുകളാണ് അഖിൽമാരാർ ഈ വിഷയത്തിൽ കാണിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നുണ്ട്. അത് അഖിൽമാരാരുടെ ഉദ്ദേശം നടന്നു. ഏതായാലും പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. കുറച്ച് ദിവസമായിട്ട് പല വീഡിയോകൾ ഇടുന്നു കണ്ടു പലരും. അപ്പം ഈ ദുരന്തത്തിലും തൻ്റെ നിലപാട് റീച്ച് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. ഇനി അങ്ങനാണോ എന്നെനിക്കറിയില്ല. അത് എൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കത്തില്ല എന്ന്. രാഷ്ട്രീയമായിട്ട് അത് വേറെ. പക്ഷെ ദുരന്തം പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, വേറെ ഒന്നുമില്ല. അത് നമ്മൾ വയനാട്ടിലെ ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, FIFകാരുണ്ട്, അതുപോലെ തന്നെ PDPക്കാർ, എല്ലാ പാർട്ടികളും ഒന്നിച്ചു ചേർന്നാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത്. അവരുടെ ഉള്ളിലൊന്നും ഈ വിദ്വേഷമോ എന്നൊന്നുമില്ല. പിന്നെ ഈ രാഷ്ട്രീയത്തിന് പറഞ്ഞില്ലേ, ഇത് ഇപ്പം ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുക, അത് നമ്മൾ കരകയറുക, അതിനുശേഷം എന്തോ ആയിക്കോ അടിയിടി, അത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇത് ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്നത്, ഇടതുപക്ഷം എല്ലാം നല്ലതാണെന്ന് കോൺഗ്രസ്സോ BJPയോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം ഇല്ലാതാകും. അപ്പം കോൺഗ്രസ്സുകാരും BJPക്കാരും ചെയ്യുന്നത് നല്ലതാണെന്ന് ഇടതുപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം ഇല്ലാതാകും. അത് രാഷ്ട്രീയ നിലപാടാണ്. ഇപ്പം നമുക്ക് രാഷ്ട്രീയവും വിവാദങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, സംഭാവന ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന് നമുക്ക് തോന്നുന്നു, എൻ്റെ നോട്ടത്തിൽ ഇപ്പം നിലവിൽ നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയ സാധനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അന്നേരം ഈ വിവാദത്തിൻ്റെ ഒന്നും കാര്യമില്ല. അപ്പം അഖിൽമാരാരുടെ 3 വീടുകൾ, അതാണ് ഏറ്റവും വലിയ. എത്രയോ വീടുകൾ ഓരോരുത്തർ കൊടുക്കുന്നില്ലേ, 100ഉം 200ഉം ഒക്കെ വീടുകൾ പല സ്ഥലത്തു നിന്നൊക്കെ ഓരോരുത്തർ സംഭാവന ചെയ്യും, കെട്ടിക്കൊടുക്കാമെന്ന്. അതിലൊന്നും ഉണ്ടാകാത്തൊരു
സാധനമാണ്. എനിക്ക് തോന്നുന്നു അഖിൽമാരാർ 3 വീടുകൾ മാത്രം കൊടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വാർത്താ പ്രാധാന്യം നേടത്തില്ല. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കുരുട്ട് ബുദ്ധിയാകാനാണ് വഴി ഈ സാധനം കൊണ്ട് അടിച്ചു ചേർത്തത്. അപ്പം അത് ആൾക്കാർ അതിൻ്റേതായ രീതിയിൽ തന്നെ കാണും എന്ന് തന്നെയാണ്. അതിന് വിഭാഗങ്ങളുടെ കാര്യമില്ല. കേസ് എടുത്തിട്ടുണ്ട്, ആ കേസിൻ്റെ വഴിക്കാനായിട്ട്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.